ആത്മഹത്യ ചെയ്ത് ദീപകിന്റെ ടച്ച് ബാഡ് ആണെന്ന് അഭിപ്രായമുള്ള മനുഷ്യർ നമുക്കിടയിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എനിക്ക് ദീപകിന്റെ ടച്ച് ബാഡ് ആയിട്ടാണ് തോന്നിയത്. ആ ഇട്ട വീഡിയോയ്ക്കകത്ത് ഏത് രീതിയിലാണ് ദീപക് മോശമായ പെരുമാറിയത് ഉണ്ടായത്? ഒന്നും ഉണ്ടായിട്ടില്ല. ഞാനൊന്നും നമ്മുടെ സമൂഹത്തിൽ മെയിൽ ഷോവിനിസം ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ മെയിൽ ഷോവിനിസം ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന്റെ മറുപടി ഫീമെയിൽ ഷോവിനിസം അല്ല. നമ്മുടെ സമൂഹത്തിൽ മെയിൽ ഷോവിനിസം ഉണ്ട് എന്നുള്ളത് റിയാലിറ്റിയാണ്. നമ്മളെല്ലാവരും ഉണ്ട് ഈ ആ വീഡിയോ കണ്ടിട്ടുള്ളതായിരുന്നു. അതിൽ അങ്ങനത്തെ ഉള്ള ഒരു രീതിയിലുള്ള കാര്യങ്ങളും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇതേ കണക്കൊണ്ട് ഈ ശ്രീലക്ഷ്മിയൊക്കെ പറയുന്നുണ്ട് അത് കണ്ടാൽ മനസ്സിലാവും എന്നുള്ള രീതിയിൽ നമ്മൾ പലവട്ടം കണ്ടിട്ടുള്ളതാണ്. ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുള്ളതാണ്. അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങളും നമ്മൾ ആ വീഡിയോയിലോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. ഇതുപോലെ ട്രെൻഡായിട്ട് മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആൾക്കാരെ കൊണ്ട് ഇതേ കണക്ക് എന്തെങ്കിലും കുറ്റം പറയണം, ആണുങ്ങളെ എന്തെങ്കിലും കുറ്റം പറയണം എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട്. അത് എത്ര സത്യമെന്ന് അവർക്ക് മനസ്സിലായാൽ പോലും അത് സമ്മതിക്കത്തില്ല. ഇതേ കണക്ക് പ്രശ്നം അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് നമ്മൾ ഒരുപാട് കണ്ടുകൊണ്ടേ ഇരിക്കും. ഇപ്പോൾ ശ്രീലക്ഷ്മിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ കാര്യത്തിൽ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അവനുണ്ട് ഈ മോശമായിട്ടാണ് പെരുമാറിയ, ദീപകാണ് കുറ്റക്കാരൻ, അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് എനിക്ക് അങ്ങനെ കണ്ടപ്പോൾ തോന്നി എന്നുള്ള രീതി പറയുന്നതാണ്. അതേ സമയത്തുണ്ട് ഈ വേടൻ്റെ കേസ് വന്നപ്പോഴത്തേക്ക് അത് മാറ്റിയിട്ടുണ്ട്. വേടനെ സപ്പോർട്ടുമായിട്ടാണ് വന്നേക്കുന്നത്. സോ ഇവർക്കുണ്ട് ഈ ആൾക്കാർക്ക് അനുസരിച്ചാണ്, ഇവർക്ക് ആരാ ശരിയെന്ന് തോന്നുന്നതിനനുസരിച്ച് മാത്രമേ ഇവരോട് സപ്പോർട്ട് ചെയ്യുന്നത്. അതല്ലാതെ യഥാർത്ഥത്തിൽ ശരിയെന്തോ തെറ്റാണെന്നുള്ള കാര്യങ്ങളോ ഒന്നും ഇവർ നോക്കുന്നൊന്നുമില്ല. ചുമ്മാ ഇതിനകത്തുള്ള കാര്യങ്ങൾ ചുമ്മാ വിളിച്ച് പറയുന്നതല്ലാതെ എന്തോ ശരി എന്തോ തെറ്റെന്നുള്ള ഒരു കാര്യം നോക്കാതാണ് സംസാരിക്കുന്നത്. എന്തായിരുന്നാലും ശരി, അവരിങ്ങനെ ചെയ്തത് അത്ര നല്ല കാര്യമല്ല. എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വേണം സംസാരിക്കുക. ഒരു പാവത്തെ പറ്റി പിന്നെ ഉണ്ട് ഇതിനകത്തുള്ള കുറ്റപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക.